ഇന്ന് നമ്മൾ വാട്സപ്പ് കൊണ്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വാട്സപ്പിൽ ഇനി മുതൽ നമുക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് വരില്ല. സ്റ്റാറ്റസിൻ്റെ പകരം അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണിതെന്ന് അറിയില്ല, വെറുതെ ഒരു വെറൈറ്റി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വാട്സപ്പിൻ്റെ വളരെ ഉപകാരമില്ലാത്ത കുറച്ച് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. വാട്സപ്പിൽ ചാനൽ എന്നുള്ളൊരു ഫീച്ചർ വാട്സപ്പ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ടെലഗ്രാമിലുള്ള പോലെ തന്നെ നമുക്ക് ചാനലിൽ നമുക്ക് ഡെയിലി ന്യൂസുകൾ അപ്ഡേറ്റ് ചെയ്യാം, ഡെയിലി അപ്ഡേറ്റുകൾ കൊടുക്കാം, നമ്മളെ ഫ്രണ്ട്സിനും മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. നേരെ ടെലഗ്രാമിലെ കോപ്പി അടിച്ചിട്ട് നമ്മൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അതേപോലെ നമ്മൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ള വേറെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇനി മുതൽ വാട്സപ്പിൽ സെറ്റിങ്സിൽ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് പറ്റും. സെറ്റിങ്സിൽ സെർച്ചിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വാട്സപ്പ് പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ നല്ല അപ്ഡേറ്റ് ആണ്. നമുക്ക് ഓരോരോ ഓപ്ഷൻസൊക്കെ ക്ലിക്ക് ചെയ്ത് തിരയുന്നില്ലാതെ മെച്ചം നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപകാരമാകും. പിന്നെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് നല്ല അപ്ഡേറ്റ് ആട്ടോ. നമ്മൾ വാട്സപ്പിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ട്രിപ്പ് പോകാൻ, ഫുഡ് കഴിക്കാൻ പോകാൻ, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഈ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പ് യൂസ് ചെയ്യില്ല. ചിലപ്പോൾ ഒരു വേസ്റ്റ് ആയിരിക്കും പിന്നെ ഒരു ഗ്രൂപ്പ്. അങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് വാട്സപ്പ് പോകണതിലെ ഫീച്ചർ. ഇപ്പോൾ ട്രിപ്പ് പോകാനോ കടന്നുറങ്ങാനോ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ദിവസത്തിന് വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് എന്നുള്ളത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ സെറ്റ് ചെയ്യുന്ന ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഗ്രൂപ്പ് ഓട്ടോമാറ്റിക്കലി ഡിസപ്പിയർ ആയി പോകും. ഓട്ടോമാറ്റിക്കലി ആ ഗ്രൂപ്പ് പിന്നെ ഡിലീറ്റ് ആയി പോകും. ഇന്നത്തെ ഈ അപ്ഡേറ്റിൽ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളൊരു ഫീച്ചറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ വാട്സപ്പിൽ നമുക്ക് എക്സ്പ്രഷൻസ് ഉള്ള ഇമോജികൾ അയക്കാനായിട്ട് പറ്റും. നമുക്ക് കുറച്ചൊക്കെ അനക്കൊക്കെ ഉള്ള കുറച്ച് ഇമോജികളും സ്റ്റിക്കർ പോലെ നമുക്ക് അയക്കാനായിട്ട് പറ്റും. ടെലഗ്രാമിൽ ഒരു ഫീച്ചർ ഉണ്ട്. ചില അപ്ഡേറ്റുകളൊക്കെ ടെലഗ്രാമത്തെ അതേമാതിരി കോപ്പി അടിച്ച് കൊണ്ടുവന്ന പോലെയാണ് തോന്നുന്നത്. അങ്ങനെ കുറേ അപ്ഡേറ്റുകളൊക്കെ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഗുഡ് ബൈ.